നമുക്ക് ലിറ്റിൽ ഹാർട്സിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ലിറ്റിൽ ഹാർട്സിന്റെ വിശേഷം പറയാൻ പറ്റിയ ആളല്ലേ? എന്റെ വലിയ ആട്ടെ കുറച്ച് ചെറിയ ചിരിക്കണം. എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ? ചിരിക്കണമെങ്കിൽ ചിരിക്കാം. സ്നേഹം ഉണ്ടായിട്ടില്ലല്ലോ ഇതുവരെ, പ്രേമൊന്നും? അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. എപ്പോ? അത് നമുക്ക് പുറത്ത് പിന്നെ പറയാം, ഇത് കഴിഞ്ഞിട്ട് പറയാം. ലിറ്റിൽ ഹാർട്സിനെ പറ്റിയില്ല, അതാണ് നമ്മൾ സംസാരിക്കുന്നത്. വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. ഇഷ്കിനകത്ത് നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ വരുന്നത് ഒരു ഞങ്ങളും പ്രണയമാണോ? കുമാരി, ഞാൻ അത്തരത്തിലുള്ള ആളല്ല. ലിറ്റിൽ ഹാർട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കുള്ളൂ. ഹാർട്ട് ഉണ്ടാവണ്ടായിരുന്നു. ഹാർട്ട് ഉണ്ടാവണമെങ്കിൽ ഒരു കുട്ടി ജനിക്കണമല്ലോ. അതല്ല ഉദ്ദേശം. അപ്പൊ അതിനു മുന്നേ എന്ത് നടക്കണം? ഒരു കൊച്ചു ജനിക്കുന്നതിന് മുന്നേ എന്ത് നടക്കണം പ്രധാനമായിട്ടും? എനിക്ക് മനസ്സിലായി, അവർക്കും മനസ്സിലായി. വൃത്തികേട് പറയാത്ത വൃത്തികേട്ടവനെ. റൊമാൻസ് ആണ്. 3 റൊമാൻസ് ഉണ്ട്. 3 പേരുടെ 3 ലവ് സ്റ്റോറീസ് ഉണ്ട്. ഓ അങ്ങനെ ട്രയാങ്കിൾ ലവ് സ്റ്റോറി. ട്രയാങ്കിൾ മാറിയിട്ട് നമ്മൾ 3 ആയിട്ടുള്ള സംലേക്ക് പോയി. ഒന്നും മിണ്ടാണ്ടിരിക്കണ്ട പ്രേമദാസൻ പണ്ടാറക്കാല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബെസ്റ്റീസിന്റെ കാലല്ലേ ഇപ്പൊ? ശരിക്കും എന്താ അർത്ഥം ഇപ്പൊ? Best means we can have ബെസ്റ്റ് ഫ്രണ്ട് everything without any rules and regulations. ഇവൻ നമ്മൾ നാളെ എടുത്തോണ കേട്ടാ, ഇവനെ കൊന്നാലാ. നായകൻ നായിക ഒന്നിക്കുന്ന സിനിമകളാണ് എനിക്കിഷ്ടം. Means what type of? എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുരിവാലി പിടിച്ചിട്ടില്ല. അവര് ഒന്നിക്കുന്ന സീക്വൻസുകളാണോ കണ്ടത്? അങ്ങനെയല്ല, ലാസ്റ്റ് ക്ലൈമാക്സ് വരും. ക്ലൈമാക്സ് ആണോ കണ്ടത്? സിനിമയുടെ ക്ലൈമാക്സിൽ എന്തൊക്കെയോ പറയുന്നു. ആക്ച്വലി ക്ലൈമാക്സിനെ നല്ല എപ്പോഴും അതിന്റെ 4 ആയിട്ട് തുടങ്ങുന്ന കുറെ പ്ലേസ് ഉണ്ട്. ബിഗിനിങ്സ്, സെന്റർ. വൃത്തിയട്ടവനെ, മനുഷ്യൻ ഒരുപാട് ഭ്രാന്ത് പിടിപ്പിച്ചാണ്ടല്ലോ. ബാക്കിയുള്ള നെഞ്ചോടെ പടപടാന്ന് ഇടിക്കുക. പിന്നെ എല്ലാവരുടെയും നെഞ്ച് ഗുടഗുടാന്നാണ് ഇടിക്കുന്നത്. ഞാൻ അപസനാവുന്നുണ്ടോ? ഞാൻ മോശമായിട്ടൊന്നും പറയുന്നു. മോശമായിട്ട് നീ പറയുന്നുണ്ടോ? അത് താഴെ നോക്കണേ, മോശമായിട്ട്. പൊക്കി നോക്കിയാലല്ലേ എന്തെങ്കിലും കാണുള്ളൂ. ഇത് കുറച്ച് കൂടുന്നുണ്ട്. ഓവറായ എന്തോ എനിക്ക് വട്ടാണെന്ന് വിചാരിച്ചോളൂ. നിങ്ങളുടെ ഈ കോമ്പിനേഷൻ എന്നുള്ളത് ഇപ്പോ എന്താ പറയാ, ലാലേട്ടൻ ശോഭന അല്ലെങ്കിൽ നമ്മുടെ കുഞ്ചാക്കോ ബോബൻ ശാലിനി പോലെ എല്ലാവരും ഈ ഒരു കോംബോ ഞാൻ ശോഭനയെ നോക്കിയതാ. ഇതാ നിന്നെയൊക്കെ ഞാൻ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാത്ത, നീ പോടാ. ഇപ്പൊ നമ്മൾ വരാറില്ലേ, കാവ്യ മാധവൻ, ദിലീപ്, അങ്ങനെ അതുപോലെ നെക്സ്റ്റ് വരുന്ന ഒരു കോംബോ ആയിട്ടാണ് പറയുന്നത്. പറഞ്ഞിട്ട് വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ അപ്പൊ നാളെ